ഹായ് ഓൾ, ഞാൻ ആദ്യം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാബുലസ് വേദ കിരൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കലയിലുള്ള നെഗിൾസ് ബീച്ച് റിസോർട്ടിലാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ബീച്ച് വ്യൂ ആയിട്ട് വരുന്ന ഒരു റിസോർട്ടിൽ പോകാനായിട്ട് ഞങ്ങൾ കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിക്കിൾസ് ബീച്ച് റിസോർട്ടിൻ്റെ ഒരു റീല് കാണുന്നത്. അതിൽ നല്ലപോലെ ബീച്ച് വ്യൂ ഒക്കെ ഉണ്ടെന്ന് തോന്നിയിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് വിളിച്ച് അന്വേഷിക്കുകയും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് ഞങ്ങൾ 4 പേരും കൂടെ ഇറങ്ങി തിരിച്ചതാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഗാർഡനൊക്കെ കാണാം. ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറി എത്തിയപ്പോഴത്തേക്കും കീയും അതിൻ്റെ ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ ഞങ്ങൾക്ക് അവിടുത്തെ സ്റ്റാഫ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. അതിനുശേഷം ഞങ്ങൾ അതാണ്ട് റൂമിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് അതാണ്ട് നല്ലൊരു ബീച്ച് വ്യൂ തന്നെയാണ്. വലിയൊരു ബാൽക്കണി പോലത്തെ ഒരു സ്പേസ് കണ്ട് നമുക്ക് പുറത്ത് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നേരെ കാണുന്നത് ബീച്ചാണ്. വുഡൻ വർക്ക് ചെയ്തേക്കുന്ന അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. ഞങ്ങൾക്ക് 4 പേർക്കും കൂടിയിട്ട് ഈ ഒരു റൂം വളരെ സ്പേഷ്യസ് ആയിരുന്നു. ഒരു എക്സ്ട്രാ ബെഡും കൂടെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സോഫയും ഫ്രിഡ്ജും വലിയൊരു ബെഡും എക്സ്ട്രാ ഒരു ബെഡും കൂടെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഫ, ഒരു ചെറിയ ടേബിള്, ഒരു വലിയ ബോട്ടിൽ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട്. വിൻഡിലൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ ഫുൾ ഗ്രീനറി ആയിട്ടുള്ള ഒരു അടിപൊളി വ്യൂ ആണ്. ബാത്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം. വാഷ് ബേസിൻ്റെ സൈഡിലായിട്ടൊരു നല്ല ലൈറ്റൊക്കെ വെച്ച് കൊള്ളാം. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഹീറ്റർ ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വലിയൊരു ബാത്റൂം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും റൂം തന്നെ വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഫുൾ റൂമും വുഡൻ വർക്ക്സ് ആണ്. ലൈറ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ ആയിട്ടാണ് വന്നത്. എത്തിയപാടെ എല്ലാവർക്കും വിഷക്കാരൊക്കെ തുടങ്ങി. സ്നാക്സൊക്കെ ചെറുതായിട്ട് കഴിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിൽ പോകാനുള്ള പ്ലാനാണ്. റൂമിൻ്റെ താഴെ ഇറങ്ങി സൈഡിലുള്ള വഴി കൂടെ തന്നെ നമുക്ക് ബീച്ചിലോട്ട് പോകാം. തൊട്ട് ചേർന്ന് തന്നെ നല്ല ഒരു സർവ കഫേയും കൂടെ ഉണ്ട്. നല്ല അടിപൊളി ഒരു വ്യൂ ആണ് താഴെ ഇറങ്ങിയപ്പോഴേ കാണുന്നത്. ആ കഫേയിലൊക്കെ ഇരുന്ന് കുറേ ആൾക്കാർ ചായയൊക്കെ കുടിച്ച് നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ടൊന്ന് വ്യൂ ഞാനതാൻ്റെ വീഡിയോയിൽ കുറച്ചൊന്ന് പകർത്തി ഞാനും എൻ്റെ മുമ്പോട്ട് ബീച്ചിലോട്ട് ഇറങ്ങാൻ നടന്നു. ബീച്ചിലോട്ട് പോകേണ്ട വഴിയാണ് ഈ കാണുന്നത്. ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ നമുക്ക് നല്ല ചെറിയ സ്റ്റെപ്പുകളായിട്ട് ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ച് പതിയെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ബീച്ചിൽ നിന്നും ഇത്രയധികം പൊക്കത്തിലാണ് നമ്മുടെ റിസോർട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസോർട്ടിൽ നിന്നും നല്ല വ്യൂ ആയിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ താഴെ ഇറങ്ങി വന്നപ്പോൾ കുറച്ച് പട്ടിയൊക്കെ താഴെ കിടപ്പുണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല നീറ്റായിട്ടൊക്കെ തന്നെയാണ് ബീച്ച് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ ദാണ്ട് നല്ലൊരു പാരാസൈക്ലിംഗ് ഒക്കെ നമുക്ക് ദൂരെ കാണാനുണ്ടായിരുന്നു. കയറേണ്ടവർക്ക് കയറാം. പക്ഷേ ഞങ്ങൾ കയറിയില്ല. ധൈര്യം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഞങ്ങൾക്ക് ഒരു ബീച്ചൊക്കെ കണ്ട് റിലാക്സ് ചെയ്യാനിരിക്കാനുള്ളൊരു മൂഡിലായിരുന്നു. കടലമ്മക്കള്ളി എന്ന് എഴുതിയാലേ പെട്ടെന്ന് പേരൊന്ന് വായിച്ചു കളയുമെന്നാണ് പറയുന്നത്. അയ്യോ, ആദ്യത്തെ തിര വന്നു. ഉദ്ദേശിച്ച് നടന്നില്ല, ചീറ്റിപ്പോയി. മാത്രമേ പോയുള്ളൂ. ഒന്നും കൂടെ ആ എഴുതി അടുത്ത തിരക്കായിട്ട് ഞങ്ങൾ നോക്കി നിന്നു. ഇതൊക്കെ ഒരു ചെറിയൊരു രസം അല്ലേ? ഇങ്ങനെ കൂട്ടുകാരും ഒത്ത് നമ്മളെല്ലാവരും കൂടെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കൊച്ചു രസങ്ങൾ നമുക്ക് എന്നും ഓർമ്മയിലുണ്ടാവും. അടുത്ത തിര വന്നപ്പോഴത്തേക്കും അതെല്ലാം മാഞ്ഞു പോയി. എന്നാലും ഒരു തമാശയും രസമൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കൂട്ടുകാരൊത്ത് പോകുമ്പോൾ ബീച്ചിലൊക്കെ കളിക്കുമ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കുകയും വേണം. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെരുപ്പൊന്ന് ബീച്ചിൽ പോയി. അത് അടുത്ത തിരക്ക് തിരിച്ചു വന്നു. ഞങ്ങളെല്ലാവരും കൂടെ എടുത്തു. ഇരുട്ടി തുടങ്ങിയതോടെ ഞങ്ങൾ തിരിച്ച് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ റിസോർട്ട് മേളിലാണ്. ഞങ്ങൾ തിരിച്ച് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. നമ്മൾ മാറാം. ഷൂ ഒന്ന് കാണിയത് ഒന്നും ചെയ്യില്ലായിരിക്കും. ബീച്ചിലെല്ലാം കളിച്ച് ഞങ്ങൾ മേലോട്ട് കയറി നല്ല ടയേർഡായി. എന്തായാലും മേലോട്ട് എത്തിയപ്പോഴത്തേക്കും ലൈറ്റ് എല്ലാം ഓൺ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആ ഈവനിങ് ആ സന്ധ്യ മയങ്ങുന്ന ഒരു ഭംഗിയും അവിടുത്തെ ലൈറ്റും കുറച്ച് പാട്ടും എല്ലാം അവിടെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്.
എന്തായാലും ബീച്ചിൽ എൻജോയ് ചെയ്യാനുള്ള ആഗ്രഹം ഞങ്ങൾ തകർത്തു. അതിനുശേഷം റൂമിൽ വന്ന് ഞങ്ങൾ ഫ്രഷായി. എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. ഞങ്ങൾ ഡിന്നറ് ഒന്നീ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ കഫേ സർവേ താഴെ കണ്ട ആ കഫേയിൽ പോയി കഴിക്കണം. റിസോർട്ടിൽ ഫുഡ് അവൈലബിൾ അല്ല. അങ്ങനെ ഞങ്ങൾ പക്ഷേ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഷെയർ ചെയ്ത് റിലാക്സ് ചെയ്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളതാണ്ട് കിടന്നു. വയറൊക്കെ നിറഞ്ഞതോടെ ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള ഉദ്ദേശമുണ്ടായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ എഴുന്നേറ്റു. അങ്ങനെ വീഡിയോസും റീൽസൊക്കെ ചെയ്ത് ഞങ്ങളുടേതായ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞങ്ങളവിടെ കണ്ടെത്തി. ശരിയായില്ലേ? കുറച്ച് റീൽസൊക്കെ ചെയ്ത് ഞങ്ങൾ കിടന്നുറങ്ങി. കാരണം രാവിലെ എഴുന്നേറ്റ് റൂമിൽ നിന്നും ബീച്ചിലേക്കുള്ള ഒരു വ്യൂവും സൺറൈസും ഒക്കെ കാണണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ കിടന്നുറങ്ങി. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്കും എല്ലാവർക്കും എഴുന്നേക്കാൻ ഒരു ചെറിയ മടിയോടെ ഞാൻ എഴുന്നേറ്റ്. കാരണം നമ്മുടെ വീഡിയോയിലൊന്ന് പകർത്തേണ്ടേ ആ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഒന്ന് എഴുന്നേറ്റ് പുറത്തോട്ടൊക്കെ നോക്കി. കുറച്ച് നേരം ഇങ്ങനെ വെളുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. റൂമിൻ്റെ ഡോർ തുറന്നപ്പോഴത്തേക്ക് ആ തിരമാലയുടെയൊക്കെ ഒരു സൗണ്ടും ഒക്കെ ആയിട്ട് നല്ലൊരു റിലാക്സിങ് ഫീലായിരുന്നു. കുറച്ച് ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ട് ഞാനും കുറച്ച് നേരം അവിടെ നിന്ന് റിലാക്സ് ചെയ്തിരുന്നു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആരും എഴുന്നേൽക്കുന്നില്ലേ? രാവിലെ എഴുന്നേൽക്കണം, കാണണം, സൺറൈസ് കാണണം. അലാറം വെച്ചു. ഗുഡ് മോർണിംഗ്. അലാറം എല്ലാം ഓഫ് ചെയ്ത് കിടക്കുവാണോ? ഞാനൊന്ന് പോയി കടലൊക്കെ കണ്ടിട്ട് വരുവാ. അല്ല, ഇവിടെ താഴെയാ. പിന്നെ അങ്ങനെ ഓരോരുത്തരായി എഴുന്നേറ്റ് തുടങ്ങിയത് ബീച്ചിലോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ്. ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് കെറ്റിലിനകത്ത് വെള്ളമൊക്കെ നിറച്ച് വെക്കുകയാണ്. അങ്ങനെ ഞാനും ഒന്ന് ഫ്രഷായിട്ട് ചായ ഇടാനായിട്ട് ആളുടെ കൂടെ കൂടി. നമുക്ക് കപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഗ്ലാസ്സിനകത്തോട്ട് പാൽപ്പൊടിയൊക്കെ ഇട്ട് കെറ്റിലൊക്കെ ചൂടാക്കി ഞങ്ങളതാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചായ ഒട്ടും കൊള്ളത്തിലായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് എല്ലാവർക്കും വിശന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ ആ കുറച്ച് ചായയും സ്നാക്സും ഒക്കെ ആയിട്ട് അങ്ങ് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അതിലങ്ങ് ഒതുക്കി. ചായ കുടിച്ചിട്ടൊരു ഉന്മേഷം വരാത്തത് കൊണ്ട് തലേന്ന് ബാക്കിയിരുന്ന മിറാണ്ടയൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുടിച്ച് കുറേയും കൂടെ വാചകമൊക്കെ അടിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരായി ഒരുങ്ങാൻ തുടങ്ങി. ഞങ്ങൾ വർക്കല ക്ലിഫിൽ പോകാനുള്ള പ്ലാനിലാണ്. 11 o'clock കൂടിയിട്ട് നമുക്ക് റൂം ലീവ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 1 ഡേക്ക് ഞങ്ങൾക്ക് റൂമിന് അയക്കുന്ന റെൻറ്റ് 8,000 rupees. എന്തുകൊണ്ടും ഞങ്ങൾക്ക് വെർത്തായിട്ട് തോന്നി. ഞങ്ങൾ 4 പേർക്കും കൂടിയിട്ട് ആ ഒരു റൂം അധികം നല്ല സ്പേഷ്യസ് ആയിരുന്നു. എക്സ്ട്രാ ബെഡിനൊന്നും വേറെ ക്യാഷോ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും ഞങ്ങൾക്കത് വെർത്തായിട്ട് തന്നെ ഫീൽ ചെയ്തു. പിന്നെ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യേണ്ടി വരും. വേണമെങ്കിൽ നമുക്ക് താഴേന്ന് കഫേ സർവേ പോയി കഴിക്കാവുന്നതാണ്. ഞങ്ങൾ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞ് ദാണ്ട് ഞങ്ങൾ ഓരോ ഇതിൻ്റെയൊക്കെ റീൽസ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ ആക്ടിവിറ്റീസും അവിടെ അവൈലബിൾ ആണ്. പാരസൈലിംഗ്, കയാക്കിംഗ്, ബനാന റൈഡ്, ബോട്ട് റൈഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പക്ഷേ അതിലൊന്നും പോയില്ല. നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾ ബീച്ചിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തിരിച്ചതും. അപ്പോൾ ഞങ്ങളതാണ്ട് മനോഹരമായ ഞങ്ങളുടെ ഒരു നല്ലൊരു ദിവസം അവിടെ കഴിഞ്ഞു. ഞങ്ങളതാണ്ട് ക്ലിഫിലോട്ട് തിരിച്ചു. ഗൂഗിൾ മാപ്പിൽ നിക്കിൾസ് റിസോർട്ട് സെർച്ച് ചെയ്ത് പോയപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് ചുറ്റിയായിരുന്നു. കാരണം കുളത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെയൊക്കെയാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ഡൗട്ട് വന്നായിരുന്നു. കഫേ സർവേ സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ എത്തുന്നതാണ്. ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയി വർക്കല ക്ലിഫിൽ എത്താനും ഞങ്ങളൊന്ന് കുറച്ച് കറങ്ങിയാണ് അവിടെ എത്തിയത്. നടന്നോ മുമ്പേ നടന്ന കൂടെ ഉണ്ട്.
കുറേ കൊള്ളാം, എല്ലാം കൊള്ളാം. ആ അതെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷൊക്കെ അവിടെ ഇരിപ്പുണ്ട്. മീൻ വേണ്ടവർക്ക് പറയുന്ന അനുസരിച്ചിട്ട് അവർ ഗ്രില്ല് ചെയ്തും ഫ്രൈ ചെയ്തൊക്കെ തരുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ സ്നാക്സിലൊക്കെ ഒതുക്കിയത് കൊണ്ട് എല്ലാവരും നല്ല വിശപ്പിലാണ്. ഞങ്ങൾ ദാണ്ടെ വർക്കല ക്ലിഫിലുള്ളൊരു കഫേ ഡെൽമാർ അവിടോട്ട് കയറുകയാണ്. വർക്കല ക്ലിഫിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ ഫുഡിനെല്ലാം അത്യാവശ്യം റേറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള കഫേ ആയതുകൊണ്ട് തന്നെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും എടുത്തു ഞങ്ങൾക്ക് ഫുഡ് കിട്ടാനായിട്ട്. ആ സമയം ചുമ്മാ ഒരു ടൈം പാസിന് ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. 2 പേര് പൈനാപ്പിൾ ജ്യൂസും 2 പേര് കോൾഡ് ടെർമിനേറ്ററും ആണ് ഓർഡർ ചെയ്തത്. അതിൽ ഞാൻ ഓർഡർ ചെയ്ത പൈനാപ്പിൾ ജ്യൂസ് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മറ്റേ ആൾക്ക് കോൾഡ് ടെർമിനേറ്റർ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. എന്തായാലും ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ലഞ്ച് ഓരോന്നായി വന്നു തുടങ്ങി. സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ലോലിപോപ്പും പിന്നെ ചിക്കൻ ലസാഗ്നയും പിന്നെ ഞങ്ങളൊരു ഫിഷ് ബിരിയാണി, ഹോട്ട് കാളി ചിക്കൻ, നാൻ, ഇതൊക്കെയായിരുന്നു ഞങ്ങൾ അവിടുന്ന് കഴിച്ചത്. എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വർക്കല ക്ലിഫിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വരുന്നവർക്ക് ആശാൻ സ്മാരക ഗവേഷണ മന്ദിരത്തിലോട്ട് കൂടെ ഞങ്ങൾ കയറി. ഞങ്ങൾ നല്ലൊരു വ്യൂ ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് റീൽസിൻ്റെ ബാക്കിയൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് റീൽസിൻ്റെ ബാക്കിയൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. കഴിഞ്ഞില്ല, അവിടെ നിന്നും വരുന്നവർക്ക് സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചിലും കൂടെ ഒന്ന് ഇറങ്ങി അവിടെ നിന്നും തണുത്ത നാരങ്ങ വെള്ളവും കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. എന്തായാലും വർക്കല ഒരു 1 ഡേ സ്റ്റേ ആയിട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നിഗിൽസ് ബീച്ച് റിസോർട്ട് ഒരു നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായി വീട്ടിലെത്തിയിരിക്കുകയാണ്. തുടർന്നും നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഇറ്റ്സ് ബൈ ഫ്രം ആദിയ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.